Hi dear students, welcome back to our classes. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് റുഡിയാർഡ് കിപ്ലിങ്ങിന്റെ ഇഫ് എന്ന് പറയുന്ന പോയമാണ്. നമുക്ക് ആദ്യമേ റുഡിയാർഡ് കിപ്ലിങ്ങിനെ കുറിച്ച് നോക്കാം. Kipling was born in Bombay, India in 1865. His most famous works are The Jungle Book and Kim, among many other poems and short stories. He also was the first English language author to receive the Nobel Prize in Literature. Kipling said that his youth in India greatly affected his writing, as did his early adulthood in England. സോ കിപ്ലിംഗ് എന്ന് പറയുന്നത് 1865 നമ്മുടെ ഇന്ത്യയിൽ ബോംബെയിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്ക്സ് ആണ് ദ ജംഗിൾ ബുക്ക്, കിം, അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനിരിക്കുന്ന പോയം ഇഫ് തുടങ്ങിയ ഫേമസ് വർക്ക്സ് ആണ്. ഇദ്ദേഹത്തിനാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ആദ്യമായിട്ട് നോബൽ പ്രൈസ് ലഭിച്ചത്. ഇദ്ദേഹത്തിൻ്റെ എഴുത്തും ആ ഒരു ശൈലിയൊക്കെ കൂടുതലായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴത്തെ യൂത്ത് ആയിട്ടുള്ള എഴുത്തുകാരിലാണ്. സോ അവരെല്ലാം ഇദ്ദേഹത്തിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ആസ് ഡിഡ് ഹിസ് ഏർലി അഡൾട്ട്ഹുഡ് ഇൻ ഇംഗ്ലണ്ട്. സോ നമുക്ക് പോയത്തിലേക്ക് നോക്കാം. ഇഫ് എന്ന് പറയുന്ന പോയത്തിന് 4 സ്റ്റാൻസയാണുള്ളത്. നമുക്ക് ഓരോ സ്റ്റാൻസ വൈസ് അനാലിസിസ് നോക്കാം. ഫസ്റ്റ് സ്റ്റാൻസ: If you can keep your head when all about you are losing theirs and blaming it on you. If you can trust yourself when all men doubt you, but make allowance for their doubting too. If you can wait and not be tired by waiting or being lied about, don't deal in lies, or being hated, don't give way to hating, and it don't look too good nor talk too wise. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻസ് നമുക്ക് നോക്കാം. ഇഫ് യു ക്യാൻ കീപ് യുവർ ഹേർട്ട് വെൻ ഓൾ അബൌട്ട് യു ആർ ലോസിങ് ദെയേഴ്സ് ആൻഡ് ബ്ലെയിമിങ് ഇറ്റ് ഓൺ യു. ഇഫ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ആയിരുന്നെങ്കിൽ, ആണെങ്കിൽ എന്നൊക്കെയാണ് ആ ഒരു ഇഫിൻ്റെ മീനിങ്. സോ നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാർ നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾക്ക് ബ്ലെയിം ചെയ്യും, കുറ്റപ്പെടുത്തും. അങ്ങനെ കുറ്റപ്പെടുത്തുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? കീപ് യുവർ ഹെഡ് വെൻ ഓൾ അബൌട്ട് യു ആർ ലോസിങ് ദെയേഴ്സ് ആൻഡ് ബ്ലെയിമിങ് ഇറ്റ് ഓൺ യു. നിങ്ങളെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുമ്പോഴും നിങ്ങൾക്ക് എന്തെല്ലാം ജീവിതത്തിൽ നഷ്ടപ്പെടുമ്പോഴും, അങ്ങനെയെല്ലാം നഷ്ടപ്പെട്ടിരിക്കുമ്പോഴാണല്ലോ ആളുകൾ കുറ്റം പറയുന്നത്. ആ ഒരു സമയത്ത് നിങ്ങളുടെ ഹെഡ് എങ്ങനെയായിരിക്കണം? കീപ് യുവർ ഹെഡ് എഹെഡ്, അതായത് നിങ്ങളുടെ തല ഉയർത്തിപ്പിടിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ. ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ് വെൻ ഓൾ മെൻ ഡൗട്ട് യു. നിങ്ങളുടെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ ആൾക്കാരും നിങ്ങളെ പല കാര്യങ്ങൾക്കും ഡൗട്ട് ചെയ്യും, അതായത് നിങ്ങളെ പല രീതിയിൽ നിങ്ങളെ പല കാര്യങ്ങളിൽ സംശയിക്കും. ബട്ട് മേക്ക് അലവൻസ് ഫോർ ദെയർ ഡൗട്ടിങ് ടു. അപ്പോൾ നിങ്ങളെ മറ്റുള്ളവർ ആരെങ്കിലും സംശയിച്ചാൽ, അയ്യോ അവൻ എന്നെ സംശയിച്ചു, അവൻ എന്ത് ദുഷ്ടനാണ്, അങ്ങനെ കരുതി അവരോട് പിന്നീട് ശത്രുതയോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ മേക്ക് അലവൻസ് ഫോർ ദെയർ ഡൗട്ടിങ് ടു. അവർ പറയുന്നതിലോ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമല്ലോ, അവർക്ക് എന്നെ ഡൗട്ട് അടിക്കണമെങ്കിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി അവരുടെ ആ ഒരു ഡൗട്ടിങ്ങിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. അതായത് ഒരാൾ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും ഒരു സംശയം പറഞ്ഞാൽ അതിനെന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് അന്വേഷിച്ച് മുന്നോട്ട് പോവുക. ഇഫ് യു ക്യാൻ വെയിറ്റ് ആൻഡ് നോട്ട് ബി ടയേർഡ് ബൈ വെയിറ്റിംഗ് ഓർ ബീങ് ലൈഡ് അബൌട്ട് ഡോണ്ട് ഡീൽ ഇൻ ലൈസ് ഓർ ബീങ് ഹേറ്റഡ് ഡോണ്ട് ഗീവ് വേ ടു ഹേറ്റിംഗ്. അത്രയും വരെ നോക്കാം. അതായത് നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായി, അപ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കണം. അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് ക്ഷീണം ഉണ്ടാവും, നമ്മൾ വളരെയധികം ടയേർഡായി പോകും. അങ്ങനെ ടയേർഡായി പോകുന്ന സിറ്റുവേഷനിൽ പോലും നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ വളരെ ക്ഷമയോടുകൂടി നമ്മൾ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. ജീവിതത്തിൽ പല പല പ്രതിസന്ധികളൊക്കെ വരും. അപ്പോൾ ആ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യാൻ നമുക്ക് പേഷ്യൻസ് അഥവാ ക്ഷമ ആവശ്യമാണ്. ഇവിടെ വെയിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ക്ഷമയാണ്. അപ്പോൾ ജീവിതത്തിൽ ക്ഷമയുള്ളവർ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. ഇഫ് യു ക്യാൻ വെയിറ്റ്, നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ നോട്ട് ബി ടയേർഡ് ബൈ വെയിറ്റിംഗ്, വെയിറ്റ് ചെയ്ത് നിങ്ങൾ ക്ഷീണിക്കാൻ പാടില്ല. ഓർ ബീങ് ലൈഡ് അബൌട്ട്, നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും കള്ളത്തരങ്ങൾ പറഞ്ഞുണ്ടാക്കുകയാണെങ്കിൽ ഡോണ്ട് ഡീൽ ഇൻ ലൈസ്, നിങ്ങൾ ആ കള്ളങ്ങളങ്ങ് സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല. കള്ളങ്ങളിപ്പോൾ ഒരാൾ നമ്മളെക്കുറിച്ച് പറഞ്ഞാൽ നമ്മളത് സമ്മതിച്ചു കൊടുക്കുക എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? നമ്മളത് ചെയ്തിട്ടാണ് നമ്മളത് സമ്മതിച്ചു കൊടുക്കുന്നത്, അല്ലേ? ഇപ്പം നമ്മൾ ചെയ്യാത്തൊരു കാര്യത്തെ പറ്റിയിട്ട് ഒരാൾ ഇങ്ങനെ കള്ളം പറയുവാണ്, അപ്പോൾ നമ്മൾ ഡോണ്ട് ഡീൽ ഇൻ ലൈസ്, നമ്മൾ ആ കള്ളം സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല. ഓർ ബീങ് ഹേറ്റഡ് ഡോണ്ട് ഗീവ് വേ ടു ഹേറ്റിംഗ്, നിങ്ങളെ മറ്റുള്ളവർ ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് വെറുക്കാറുണ്ട്. അങ്ങനെ വെറുക്കുമ്പോൾ ഡോണ്ട് ഗീവ് വേ ടു ഹേറ്റിംഗ്, നിങ്ങൾ പിന്നീട് എന്ത് ചെയ്യുക? ഇപ്പോൾ ഒന്നാമത് വെറുത്ത് കഴിഞ്ഞു, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വെറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോണ്ട് ഗീവ് വേ ടു ഹേറ്റിംഗ്, ഇനിയുള്ള ജീവിതത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? മറ്റുള്ളവരെ വെറുപ്പിക്കാത്ത രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക, അല്ലാതെ വെറുപ്പിക്കാൻ പാടില്ല.
ആൻഡ് ഇറ്റ് ഡോണ്ട് ലുക്ക് ടു ഗുഡ്. അതുപോലെ തന്നെ നിങ്ങൾ നല്ല ഗുഡായിരിക്കാനും പാടില്ല, നോർ ടോക്ക് ടു വൈസ്. നിങ്ങൾ നല്ല ബുദ്ധിമാനായി സംസാരിക്കാനും പാടില്ല. എന്ന് വെച്ചാൽ നമ്മൾ പറയാറില്ലേ, അങ്ങ് ബുദ്ധിമാനും ആവാൻ പാടില്ല മണ്ടനും ആവാൻ പാടില്ല എന്ന്. അത് തന്നെയാണ് ഇവിടെ കാര്യം. അതായത് ഒരുപാട് നല്ലവനായാലും നമുക്ക് പ്രശ്നങ്ങൾ വരും, ഒരുപാട് ചീത്തയായാലും പ്രശ്നം വരും അല്ലേ. അപ്പം നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നാണ് ഫസ്റ്റ് സ്റ്റാൻസിൽ പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? നിങ്ങളെ മറ്റുള്ളവർ നിങ്ങളുടെ നഷ്ടങ്ങൾ കാണുമ്പോൾ കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യും. അപ്പോൾ നിങ്ങൾ തല ഉയർത്തി നടക്കണം. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങളിൽ എന്തുണ്ടാവും? ഒരു വിശ്വാസം ഉണ്ടാവും. നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ഒരു വിശ്വാസം ഉണ്ടാവും. അങ്ങനെ ഒരു വിശ്വാസം നമ്മൾക്ക് ഉണ്ടായിരിക്കണം. മറ്റുള്ളവർ നിങ്ങളെ ഡൗട്ടൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ ആ ഡൗട്ടിനെ കുറിച്ച് ചിന്തിക്കണം. എങ്ങനെ ചിന്തിക്കണം? ആ ഡൗട്ടിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് അന്വേഷിക്കണം. അവർക്ക് ആ ഒരു ഡൗട്ട്, അവർക്ക് പറഞ്ഞതിൽ എന്താണ് അവർ മീൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ വളരെ ക്ഷമയോടുകൂടി ഓരോ സിറ്റുവേഷനും നിങ്ങൾ കൈകാര്യം ചെയ്യണം. ഒരുപാട് ആൾക്കാർ നിങ്ങളെക്കുറിച്ച് ചിലപ്പോൾ കള്ളം പറയും. ആ കള്ളം സത്യമാണോ അല്ലയോ എന്ന് നിങ്ങൾ അന്വേഷിച്ചറിയണം. അതുപോലെ തന്നെ ഡോണ്ട് ഡീൽ ഇൻ ലൈസ്. അതായത് കള്ളങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ അത് നിങ്ങൾ സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല. നിങ്ങളെ ഒരുപാട് പേര് വെറുക്കും. അങ്ങനെ വെറുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾ അവരെ കൊണ്ട് വെറുപ്പിക്കാതിരിക്കുക. അതുപോലെ തന്നെ ഒരുപാട് ഗുഡ് ആവാനും ഒരുപാട് വൈസ് ആവാനും പാടില്ല. ഇതാണ് ഫസ്റ്റ് സ്റ്റാൻസയുടെ മീനിങ്. സോ നമുക്ക് സെക്കൻഡ് സ്റ്റാൻസ നോക്കാം. If you can dream and not make dreams your master, if you can think and not make thoughts your aim, if you can meet with triumph and disaster and treat those two impostors just the same, if you can bear to hear the truth you have spoken, twisted by knaves to make a trap for fools, or worse things you gave your life to broken and stoop and build em up with worn out tools. സെക്കൻഡ് സ്റ്റാൻസ് പറയാണ്, ഇഫ് യു ക്യാൻ ഡ്രീം ആൻഡ് നോട്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ. നമ്മളെല്ലാവരും സ്വപ്നങ്ങൾ കാണുമല്ലേ. അപ്പോൾ നിങ്ങൾ സ്വപ്നങ്ങൾ കാണുകയാണെങ്കിൽ നോട്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ. ആ സ്വപ്നങ്ങളെ നിങ്ങൾ ഒരിക്കലും മാസ്റ്റർ ആക്കാതിരിക്കുക. അതായത് സ്വപ്നജീവിയായി മാറാതിരിക്കുക. നമ്മൾ സ്വപ്നങ്ങൾ പല പല സ്വപ്നങ്ങളാണ്. നമ്മളൊരു ടീച്ചറാവുന്നതും എഞ്ചിനീയർ ആവുന്നതും ഡോക്ടർ ആവുന്നതൊക്കെ സ്വപ്നം കാണും. അങ്ങനെ സ്വപ്നം കണ്ടിരുന്നിട്ട് മാത്രം കാര്യമില്ല. നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? പരിശ്രമിക്കണം. അങ്ങനെ പരിശ്രമിച്ചാൽ മാത്രമേ നമുക്ക് വിജയത്തിലെത്താൻ സാധിക്കൂ. അല്ലാതെ നമ്മളൊരു സ്വപ്നജീവിയായി ഇരിക്കാൻ പാടില്ല. അങ്ങനെ നമ്മളൊരു സ്വപ്നം കണ്ട് ഇങ്ങനെ ഇരുന്നാൽ ആ ഡ്രീംസ് എന്തായി മാറും? നമ്മുടെ മാസ്റ്ററായിട്ട് മാറും. എപ്പോഴും നമുക്ക് സ്വപ്നം കാണാനേ പിന്നീട് നേരം കാണത്തുള്ളൂ. ഇഫ് യു ക്യാൻ തിങ്ക് ആൻഡ് നോട്ട് മേക്ക് തോട്ട്സ് യുവർ എയിം. അതായത് നമ്മൾ ഉറങ്ങുമ്പോഴാണ് സാധാരണ സ്വപ്നം കാണാറുള്ളത്. ഇനി ഉണർന്നിരിക്കുമ്പോഴോ നമ്മുടെ മനസ്സ് ഫുള്ള് ചിന്തകളായിരിക്കും, പല വിധത്തിലുള്ള ചിന്തകളായിരിക്കും. ആൻഡ് നോട്ട് മേക്ക് തോട്ട്സ് യുവർ എയിം. നിങ്ങളുടെ ആ ഒരു ലക്ഷ്യങ്ങളെ തകർക്കുന്ന രീതിയിലുള്ള ഒരു ചിന്തകളും നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല. നിങ്ങൾ സ്വപ്നം കണ്ടോ, പക്ഷേ സ്വപ്നങ്ങൾ നിങ്ങളുടെ മാസ്റ്റർ ആകാൻ പാടില്ല. നിങ്ങൾ ചിന്തിച്ചോ, പക്ഷേ ആ ചിന്ത നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിനെ തടസ്സം ചെയ്യാനും പാടില്ല എന്നാണ് പറയുന്നത്. അതായത് നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ചിന്തിക്കുകയും സ്വപ്നം കാണുകയൊക്കെ ചെയ്യാം, എങ്കിലും അത് ഓവറായി മാറാൻ പാടില്ല എന്നാണ് ആ ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ലൈൻ, ഇഫ് യു ക്യാൻ മീറ്റ് വിത്ത് ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ ആൻഡ് ട്രീറ്റ് ദോസ് ടു ഇമ്പോസ്റ്റേഴ്സ് ജസ്റ്റ് ദ സെയിം. ഇനി രണ്ട് ഇമ്പോസ്റ്റേഴ്സിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. രണ്ട് ഇമ്പോസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ട്രയംഫും ഡിസാസ്റ്ററുമാണ്. ട്രയംഫ് എന്ന് പറഞ്ഞാൽ വിക്ടറി, നമ്മുടെ വിജയത്തിനെയാണ് ട്രയംഫ് എന്ന് പറയുന്നത്. ഇനി ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദുരന്തമാണ്. പക്ഷേ ഇവിടെ പരാജയം എന്നുള്ളൊരു മീനിങ്ങിലാണ് കവി അത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇഫ് യു ക്യാൻ മീറ്റ് വിത്ത് ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ, നിങ്ങൾക്ക് ജീവിതത്തിൽ പലതരം വിജയങ്ങളും അതുപോലെ തന്നെ പലതരം പരാജയങ്ങളും ഉണ്ടാകും. അതായത് ഒരുപാട് നേട്ടങ്ങളും തകർച്ചകളും ഉണ്ടാവും. ആൻഡ് ട്രീറ്റ് ദോസ് ടു ഇമ്പോസ്റ്റേഴ്സ് ജസ്റ്റ് ദ സെയിം. ഈ രണ്ട് അപരിചിത വ്യക്തികളെയും, ഈ ട്രയംഫ് എന്ന് പറയുന്ന ആളെയും ഡിസാസ്റ്റർ എന്ന് പറയുന്ന ആളെയും നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ദ സെയിം പോലെ ട്രീറ്റ് ചെയ്യുക, ഒരേപോലെ കാണുക. വിജയം ഉണ്ടാകുമ്പോൾ നമ്മൾ സന്തോഷിക്കും, പരാജയം വരുമ്പോൾ എന്ത് ചെയ്യും? ദുഃഖിക്കും. പക്ഷേ ഇതിനെ രണ്ടിനെ നമ്മൾ ഒരു മിനിമം ലെവലിൽ നമ്മൾ കൊണ്ടുപോവുക. അതായത് ഒരുപാട് വിജയിക്കുമ്പോൾ ഒരുപാട് സന്തോഷിക്കാനും പാടില്ല, പരാജയപ്പെടുമ്പോൾ ഒരുപാട് ദുഃഖിക്കാനും പാടില്ല. ഇതിനൊരു മീഡിയേറ്ററായിട്ട് ഒരു മീഡിയം സൈസിൽ നമ്മൾ ഇതിനെയൊക്കെ കൊണ്ടുപോവുക എന്നാണ് കവിയോട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ, ഇഫ് യു ക്യാൻ ബിയർ ടു ഹിയർ ദ ട്രൂത്ത് യു ഹാവ് സ്പോക്കൺ ട്വിസ്റ്റഡ് ബൈ നേവ്സ് ടു മേക്ക് എ ട്രാപ്പ് ഫോർ ഫൂൾസ്. അതുപോലെ തന്നെ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആൾക്കാർ നിങ്ങൾ എന്ത് സത്യം പറഞ്ഞാലും അവരെന്ത് ചെയ്യും? അതൊന്നും വിശ്വസിക്കാതെ നിങ്ങളുടെ ആ സത്യങ്ങളെയൊക്കെ ട്വിസ്റ്റ് ചെയ്യും. നിങ്ങളുടെ ആ സത്യങ്ങളെയൊക്കെ വളച്ചൊടിച്ച് എന്ത് ചെയ്യും? മറ്റുള്ളവരിലേക്ക് എത്തിച്ച് നിങ്ങളെ ഒരു ഫൂളാക്കി മാറ്റും, ഒരു വിഡ്ഢിയാക്കി മാറ്റും. നിങ്ങളെ അങ്ങനെ ഒരു കെണിയിൽപ്പെടുത്തും. അതായത് നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ
നമ്മൾ പലതരം സത്യങ്ങളും ജീവിതത്തിൽ ചെയ്യുന്നുണ്ട്, സത്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഇതിനെ എല്ലാത്തിനെയും വളച്ചൊടിച്ചിട്ട് എന്ത് ചെയ്യും? മറ്റുള്ളവരിലേക്ക് അവർ തെറ്റിദ്ധാരണ ഉണ്ടാക്കും. ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമായിരിക്കും. Or watch the things you gave your life to broken and stoop and build them up with worn out tools. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കും, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ആ കിട്ടുന്ന കാര്യങ്ങളൊക്കെ ചില നിമിഷത്തിൽ നമുക്കത് എല്ലാം നഷ്ടപ്പെടാം. അതായത് നമ്മളിപ്പോൾ ഒരുപാട് കാശ് സമ്പാദിച്ച് വെച്ചെന്ന് വെച്ചോ, പെട്ടെന്ന് ആർക്കെങ്കിലും വീട്ടിൽ അസുഖം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു ക്യാഷ് എടുത്ത് അവിടെ സ്പെൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഒരു ഞൊടിയിടയിൽ നമ്മുടെ ആ ഒരു സമ്പാദ്യം ഫുൾ അങ്ങ് പോയി. അപ്പോൾ നമ്മൾ ആകെ തകർന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ വരുക. നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ നേട്ടങ്ങളെല്ലാം ഒറ്റ ഒരു നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പണമായിട്ടിരിക്കുകയാണെന്ന് വെച്ചോ. ബിൽഡ് വിത്ത് വേൺ ഔട്ട് ടൂൾസ്. നിങ്ങളപ്പോൾ തകർന്നു വാരി ഇരിക്കാതെ എന്ത് ചെയ്യണം? ബിൽഡ് അപ്പ്. നിങ്ങൾ പുതിയത് സൃഷ്ടിക്കണം. എങ്ങനെ സൃഷ്ടിക്കണം? വിത്ത് വേൺ ഔട്ട് ടൂൾസ്. നിങ്ങൾക്ക് ആ നഷ്ടപ്പെട്ട, നിങ്ങളുടെ ആ മുറിപ്പെട്ട ആ ഒരു ടൂൾസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്താണോ നഷ്ടപ്പെട്ടത്, അപ്പോൾ അവിടെ ഒരു ടൂൾ നമ്മൾ ഉപയോഗിക്കുമല്ലോ. അപ്പോൾ നമ്മൾ എല്ലാ കാര്യം ചെയ്യുമ്പോഴും എന്തെങ്കിലും ഒരു ഉപകരണം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ആ ഒരു നേട്ടത്തിലേക്ക് എത്തുന്നത്. അത് എന്തായിക്കോട്ടെ, നമ്മുടെ ഹാർഡ് വർക്കിനെ ആയിരിക്കാം കവി ഇവിടെ ഒരു പക്ഷേ ടൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അങ്ങനെ ഒരു ഹാർഡ് വർക്കിലൂടെ നമ്മുടെ ആ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒന്നേന്ന് തുടങ്ങുക. നമുക്ക് എന്തൊക്കെയാണോ നഷ്ടപ്പെട്ടത് അതിനെയൊക്കെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നേന്ന് ശ്രമിക്കുക എന്നാണ് ഈ ഒരു സെക്കൻഡ് സ്റ്റാൻസയിൽ പോയിട്ട് പറയുന്നത്. അപ്പോൾ എന്താണ് സെക്കൻഡ് സ്റ്റാൻസയിൽ പോയിട്ട് പറയുന്നത്? നമ്മൾ ചിന്തിക്കുകയും സ്വപ്നം കാണുകയൊക്കെ ചെയ്യാം, പക്ഷെ അത് ഓവർ ആവരുത്. കാര്യം അതൊക്കെ നമ്മുടെ മാസ്റ്ററായി മാറും. പിന്നെ ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ, വിജയവും പരാജയവും ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ രണ്ടിനെ സെയിം ആയിട്ട് കാണുക, മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ മറ്റുള്ളവർ നമ്മളെ എന്ത് ചെയ്യും? നമ്മുടെ സത്യങ്ങളെയൊക്കെ വളച്ചൊടിച്ച് മോശമായ രീതിയിൽ അവതരിപ്പിക്കും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. അതെല്ലാം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ തകർന്നിരിക്കാതെ എന്ത് ചെയ്യുക? നമ്മൾ പുതിയ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് പുതിയത് ബിൽഡ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നാണ് സെക്കൻഡ് സ്റ്റാൻസയിൽ പറയുന്നത്. ഇനി തേർഡ് സ്റ്റാൻസയാണ്. If you can make one heap of all your winnings and risk it on one turn of pitch and toss and lose and start again at your beginnings and never breathe a word about your loss. If you can force your heart and nerve and sinew to serve your turn long after they are gone, and so hold on when there is nothing in you except the will which says to them, hold on. അപ്പോൾ തേർഡ് സ്റ്റാൻസിൽ പറയുന്നത്, ഇഫ് യു ക്യാൻ മേക്ക് വൺ ഹീപ്പ് ഓഫ് ഓൾ യുവർ വിന്നിങ്സ്. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ, വിന്നിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിജയങ്ങൾ, ഒരുപാട് വിജയങ്ങൾ ഉണ്ടാകും. അതിൻ്റെ ഒരു ഹീപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലുണ്ടായിരിക്കും. ഹീപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൂന. അപ്പോൾ ആ ഒരു വിജയത്തിൻ്റെ തന്നെ ഒരു കൂമ്പാരം നിങ്ങളുടെ വീട്ടിലുണ്ടായിരിക്കും. ആൻഡ് റിസ്ക് ഇറ്റ് ഓൺ വൺ ടേൺ ഓഫ് പിച്ച് ആൻഡ് ലോസ്. അതായത് പിച്ച് ആൻഡ് ടോസ് എന്ന് പറയുന്നത് ഒരു ഗെയിമാണ്. ആ ഒരു ഗെയിമിലൂടെ, അത്തരം ഒരു ഗെയിമായി കണ്ടുകൊണ്ട് നമ്മുടെ ചിലപ്പോൾ ഈ ഒരു നമ്മൾ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന ഈ വിജയങ്ങളൊക്കെ തന്നെ ചില ഒരു സിറ്റുവേഷനിൽ നമുക്ക് നഷ്ടപ്പെടാം. ഈ വിജയങ്ങളെല്ലാം തകർന്നടിയാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തളരാതെ ജീവിതത്തിൽ റിസ്ക് എടുക്കണം. അങ്ങനെ റിസ്ക് എടുത്തെങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു പിച്ച് ആൻഡ് ടോസ് എന്ന് പറയുന്ന ഗെയിമിൽ വിജയിക്കത്തുള്ളൂ. നമ്മൾ എല്ലാ കാര്യങ്ങളും ഒരു ചലഞ്ചായി എടുത്താൽ എന്ത് ചെയ്യും? വിജയം ഉറപ്പാണ്. ആൻഡ് ലൂസ് ആൻഡ് സ്റ്റാർട്ട് അഗെയിൻ അറ്റ് യുവർ ബിഗിനിങ്സ്. നിങ്ങൾക്കെല്ലാം നഷ്ടപ്പെടും. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് തകർന്നിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എഗെയിൻ അറ്റ് യുവർ ബിഗിനിങ് സ്റ്റാർട്ട്. ഓക്കെ, നിങ്ങൾ ആദ്യം മുതലേ തന്നെ എന്ത് ചെയ്യണം? ഒന്നേന്ന് തുടങ്ങണം എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം? വിജയത്തിൽ തന്നെ എത്താം. അല്ലാതെ ഒരു കാര്യം നഷ്ടപ്പെട്ടാൽ നമ്മൾ തകർന്നിരുന്നാൽ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് വിജയിക്കാൻ പറ്റില്ല. ആൻഡ് നെവർ ബ്രീത്ത് എ വേർഡ് അബൌട്ട് യുവർ ലോസ്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ആ ഒരു നഷ്ടത്തെക്കുറിച്ച് പിന്നീട് ചിന്തിക്കാനേ പാടില്ല. അതിനെക്കുറിച്ച് ഓർത്ത് നിശ്വസിക്കാൻ പാടില്ല. ബ്രെത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നിശ്വസിക്കാൻ പാടില്ല. ഇഫ് യു ക്യാൻ ഫോഴ്സ് യുവർ ഹാർട്ട് ആൻഡ് നെർവ് ആൻഡ് സിന്യൂ ടു സെർവ് യുവർ ടേൺ ലോങ് ആഫ്റ്റർ ദേ ആർ ഗോൺ. അതായത് നിങ്ങളുടെ ഹൃദയവും നെർവും ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ ഓരോ കാര്യങ്ങളും സൃഷ്ടിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു ഹൃദയം എന്ന് പറയുന്നത് മനസ്സാണ്. നെർവ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു ഹാർഡ് വർക്കിനെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ ഓരോ കാര്യങ്ങൾ നേടിയെടുക്കുന്നതും നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ തളരാൻ പാടില്ല. ടു സെർവ് യുവർ ടേൺ. നിങ്ങൾക്കൊരു അവസരം വരും, നിങ്ങൾക്കൊരു ടേൺ വരും. ലോങ് ആഫ്റ്റർ ദേ ആർ ഗോൺ. എല്ലാം പോയതിനു ശേഷവും നിങ്ങൾക്ക് എന്ത് വരും? പുതിയ പുതിയ അവസരം വരും. അപ്പോൾ ആ അവസരത്തിൽ നിങ്ങളുടെ ഹൃദയവും നെർവും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അതിനെ വീണ്ടും പുനർജനിപ്പിക്കണം.
എന്ന് പറഞ്ഞാൽ ആ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കണം. ആൻഡ് സോ ഹോൾഡ് ഓൺ വെൻ ദർ ഈസ് നത്തിങ് ഇൻ യു. നിങ്ങളുടെ ഉള്ളിൽ ഒന്നുമില്ലെങ്കിലും എക്സെപ്റ്റ് ദ വിൽ വിച്ച് സേസ് ടു ദം. നിങ്ങളുടെ ഉള്ളിൽ എന്ത് കാണും? വിൽ കാണും. വിൽ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു വിൽ പവറാണ്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ എല്ലാം നഷ്ടപ്പെട്ടു, നിങ്ങളുടെ ഉള്ളിൽ ഒന്നുമില്ല, ആ ഒരു സിറ്റുവേഷനിൽ പോലും നിങ്ങളുടെ ഉള്ളിൽ എന്തുണ്ടായിരിക്കണം? നിങ്ങളുടെ ഉള്ളിൽ വിൽ പവർ ഉണ്ടായിരിക്കണം. വിൽ വിച്ച് സേസ് ടു ദം ഹോൾഡ് ഓൺ. ഹോൾഡ് ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ്? മുറുക്കെ പിടിക്കുക. നിങ്ങളുടെ ആ ഒരു വിൽ പവറിനെ മുറുക്കെ പിടിച്ചുകൊണ്ട് എല്ലാ നഷ്ടങ്ങളെയും മറന്നുകൊണ്ട് തുടക്കം മുതൽ നിങ്ങൾ അധ്വാനിക്കുക. ആദ്യം മുതൽ നിങ്ങൾ അധ്വാനിച്ച് ആ വിജയത്തിലേക്ക്, നേരത്തെ എവിടെയാണോ നിങ്ങൾ എത്തിച്ചേർന്നത് ആ വിജയത്തിനരികിലേക്ക് എത്തുക. അതാണ് തേർഡ് സ്റ്റാൻസയിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റാൻസയാണ്. If you can't talk with the crowds and keep your virtue, or walk with kings, nor lose the common touch, if neither foes nor loving friends can hurt you, and if all men count with you but none too much, if you can't fill the unforgiving minute with 60 seconds worth of distance run, yours is the earth and everything that is in it, and which is more, you will be a man by son. ഇനി ലാസ്റ്റ് സെൻസിൽ പറയുന്നത് നോക്കാം നമുക്ക്. ഇഫ് യു ക്യാൻ ടോക്ക് വിത്ത് ക്രൗഡ്സ് ആൻഡ് കീപ് യുവർ വിർച്യു. അതായത് നിങ്ങൾ പലതരം ആളുകളെ മീറ്റ് ചെയ്യാറുണ്ട് ദിവസവും. അവിടെ ക്രൗഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് പലതരം ആളുകളെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ പലതരം ആളുകളെ നിങ്ങൾ മീറ്റ് ചെയ്യുകയും അവരോടൊപ്പം സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? കീപ് യുവർ വിർച്യു. നിങ്ങളുടെ നന്മ നിങ്ങൾ കീപ്പ് ചെയ്യണം. അതായത് നന്മ വിട്ടൊരു കളി കളിക്കരുത്. അതായത് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഉടനെ ദേഷ്യം അവരെ എടുത്തിട്ട് അടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും പോവാതെ നിങ്ങളുടെ നന്മ എന്ത് ചെയ്യുക? കീപ്പ് ചെയ്യുക. ഓർ വോക്ക് വിത്ത് കിങ്സ് നോർ ലോസ് ദ കോമൺ ടച്ച്. നിങ്ങൾ സാധാരണക്കാരോട്, കോമൺ ടച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് സാധാരണക്കാരാണേ. അപ്പോൾ സാധാരണക്കാരോടോ അല്ലെങ്കിൽ ഒരു രാജാവിനോടോ ഒപ്പം നിങ്ങൾ നടക്കുകയാണ്. അങ്ങനെ നിങ്ങൾ സംസാരിക്കുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ നന്മ വിട്ടുകളയരുത്. ഇഫ് നെയ്തർ ഫോഴ്സ് നോർ ലവിങ് ഫ്രണ്ട്സ് ക്യാൻ ഹർട്ട് യു. നിങ്ങൾ നിങ്ങളുടെ നന്മ കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ശത്രുക്കളോ മിത്രങ്ങളോ ആരോ ആയിക്കോട്ടെ അവരൊരിക്കലും നിങ്ങളെ എന്ത് ചെയ്യത്തില്ല? ഹർട്ട് ചെയ്യത്തില്ല. നെയ്തർ ഫോഴ്സ് നോർ ലവിങ് ഫ്രണ്ട്സ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എനിമീസ് ആണ്, ശത്രുക്കൾ. നിങ്ങളുടെ ശത്രുക്കളോ നിങ്ങളെ സ്നേഹിക്കുന്ന ഫ്രണ്ട്സോ നിങ്ങളെ ഒരിക്കലും ഹർട്ട് ചെയ്യത്തില്ല. കാര്യം നിങ്ങളുടെ ഉള്ളിൽ എന്തുണ്ടായിരിക്കണം? ആ ഒരു നന്മയുണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അവരെന്ത് ചെയ്യത്തുള്ളൂ? നിങ്ങളെ സ്നേഹിക്കത്തുള്ളൂ. ഇഫ് ഓൾ മെൻ കൗണ്ട് വിത്ത് യു ബട്ട് നൺ ടു മച്ച്, ഇഫ് യു ക്യാൻ ഫിൽ ദ അൺഫോർഗിവിങ് മിനിറ്റ്. അതായത് നിങ്ങളോടൊപ്പം എല്ലാവരും എല്ലാ കാലവും ഉണ്ടായിരിക്കണം എന്നില്ല. നല്ല സുഹൃത്തുക്കളും ചിലപ്പം കാണും. നിങ്ങൾക്ക് പണ്ട് ശത്രുക്കളായിരുന്ന ആൾക്കാർ ചിലപ്പോൾ ഇപ്പോൾ മിത്രങ്ങളായിട്ട് മാറിയിട്ടുണ്ടാകാം. അതിനൊക്കെ കാരണം എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു വെർച്യു ആണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കൂടെയുള്ള എല്ലാ ആളുകളെയും കൗണ്ട് ചെയ്യണം. ഓൾ മെൻ കൗണ്ട് വിത്ത് യു ബട്ട് നൺ ടു മച്ച്, ഇഫ് യു ക്യാൻ ഫിൽ ദ അൺഫോർഗിവിങ് മിനിറ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ മിനിറ്റും സെക്കൻഡും എല്ലാം വിലപ്പെട്ടതാണ്. അതെന്ത് ചെയ്യണം? വർത്ത് ഓഫ് ഡിസ്റ്റൻസ് റൺ. അത് ഓരോ ദിവസവും നിങ്ങൾ ആ മിനിറ്റും സെക്കൻഡും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഒരിക്കലും ആ ഒരു മിനിറ്റും സെക്കൻഡും നമ്മുടെ തിന്മകൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കരുത്. എല്ലാ കാര്യങ്ങളും നന്മയോടുകൂടി ചെയ്താൽ നമുക്ക് വിജയം ഉറപ്പാണ്. യുവേഴ്സ് ഈസ് ദ എർത്ത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ യുവേഴ്സ് ഈസ് ദ എർത്ത്. നിങ്ങൾക്കാണ് ഈ ഭൂമി. ആൻഡ് എവറിത്തിങ് ദാറ്റ് ഈസ് ഇൻ ഇറ്റ്. ഈ ഭൂമിക്കുള്ളിലുള്ള എല്ലാ കാര്യങ്ങളും, ഈ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവകാശപ്പെട്ടതാകും. ആൻഡ് വിച്ച് ഈസ് മോർ. അതിൽ കൂടുതൽ എന്ത് വേണം? യു വിൽ ബി എ മാൻ. നിങ്ങൾ എന്തായിട്ട് മാറും? നന്മയുള്ള ഒരു മനുഷ്യനായിട്ട് മാറും. മൈ സൺ, എൻ്റെ മകനെ എന്നാണ് ഇവിടെ പോയിട്ട് പറയുന്നത്. അതായത് നിങ്ങൾ ആളുകൾക്കിടയിൽ പോകുമ്പോൾ പലതരം ആളുകളെ കാണുമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ വിർച്യു, നന്മ കീപ്പ് ചെയ്യണം. രാജാവായാലും സാധാരണക്കാരായാലും ശത്രുക്കളായാലും മിത്രങ്ങളായാലും എല്ലാവരോടും ഒരുപോലെ പെരുമാറണം. എല്ലാവരും നിങ്ങൾക്ക് എല്ലാ കാലത്തും ഉണ്ടാകണമെന്നില്ല. എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഒരു സമയമൊന്നും കളയാതെ നിങ്ങൾ പരാജയങ്ങളിലേക്ക് പോകാതെ വിജയത്തിലേക്ക് എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരും നിങ്ങളോടൊപ്പം കാണും. വിർച്യു ഉണ്ടെങ്കിലേ വിജയമുള്ളൂ. അങ്ങനെ ഉണ്ടാകുമെങ്കിൽ നിങ്ങൾക്ക് ഈ ഭൂമി സ്വന്തമാണ്. അതുപോലെ തന്നെ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സ്വന്തമാണ്. അതിനെല്ലാം അവകാശി നീയായിട്ട് മാറും മകനെ എന്നാണ് റുഡിയാർഡ് കിപ്ലിംഗ് ഈ പോയത്തിലൂടെ പറയുന്നത്. സോ ഈ പോയം കൺവേ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല ഒരു മനുഷ്യനായിട്ട് മാറുക. പലതരം പ്രതിസന്ധികൾ വരുമ്പോഴും നമ്മൾ അതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു പോയത്തിൽ എന്തൊക്കെ തീമാണ് പറയുന്നതെന്ന് നോക്കാം. തീമാണേ. ഫസ്റ്റ് വൺ, റെസിലൻസ്, സെൽഫ് കൺട്രോൾ, പേഷ്യൻസ്, impartiality, perseverance, humility, determination, integrity. These are the theme in this poem. So ഏതൊക്കെയാണ് തീം?
റെസിലൻസ്, സെൽഫ് കൺട്രോൾ, പേഷ്യൻസ്, ഇംപാർഷ്യാലിറ്റി, പെർസീവറൻസ്, ഹ്യൂമിലിറ്റി, ഡിറ്റർമിനേഷൻ ആൻഡ് ഇൻറ്റഗ്രിറ്റി. ഇനി നമുക്ക് ഓരോന്നും നോക്കാം. റെസിലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കീപ് കാം ഇൻ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ്. ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴും നമ്മൾ കാം ആയിരിക്കണം എന്ന് ഇതിൽ പറയുന്നുണ്ട്. ഇനി നെക്സ്റ്റ് സെൽഫ് കൺട്രോൾ. ഡോണ്ട് ലെറ്റ് ഇമോഷൻസ് ലൈക്ക് ഡൗട്ട്, ഹേറ്റ്രഡ് ഓർ ഡ്രീംസ് കൺട്രോൾ യു. അതായത് മറ്റുള്ളവർ നമ്മളോട് വളരെ ഡൗട്ട്ഫുൾ ആയിട്ടും ഹേറ്റ്രഡ് ആയിട്ടും ഒക്കെ സംസാരിക്കും. അതുപോലെ തന്നെ ഡ്രീംസ് നമ്മളെ കൺട്രോൾ ചെയ്യും. ഇതിനൊന്നും നമ്മൾ അനുവദിക്കരുത്. ഡോണ്ട് ലെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ഇമോഷൻസിനൊന്നും നമ്മൾ അനുവദിക്കരുത്. അതാണ് സെൽഫ് കൺട്രോൾ ഉണ്ടായിരിക്കണം. അത് ഇതിലൊരു തീമാണ്. നെക്സ്റ്റ് തീം എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ്. ക്ഷമയുണ്ടായിരിക്കണം. വെയിറ്റ് പേഷ്യൻ്റ്ലി ആൻഡ് ഡോണ്ട് ഗെറ്റ് ടയേർഡ് ബൈ വെയിറ്റിംഗ്. അതായത് വെയിറ്റ് ചെയ്ത് ക്ഷീണിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യണം. ക്ഷമയുണ്ടെങ്കിലേ ജീവിതത്തിൽ വിജയം ഉണ്ടാകുമെന്ന് ഇതിനകത്ത് പറയുന്നുണ്ടല്ലേ. അപ്പോൾ പേഷ്യൻസ് ഇതിലെ ഒരു തീമാണ്, ക്ഷമ. അടുത്തത് ഇംപാർഷ്യാലിറ്റി. ട്രീറ്റ് ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ, ഫ്രണ്ട്സ് ആൻഡ് ഫോസ് ഈക്വലി. ഫ്രണ്ട്സിനെയും ശത്രുക്കളെയും അതുപോലെ തന്നെ വിജയത്തെയും പരാജയത്തെയും തകർച്ചയെയും നേട്ടങ്ങളെയും ഒക്കെ നമ്മൾ എന്തായിട്ടാണ് ഒരു പാർഷ്യാലിറ്റിയും ഇല്ലാതെ നമ്മൾ ഇംപാർഷ്യലായിട്ട് കാണണം. എന്ന് പറഞ്ഞാൽ അതിനെ എല്ലാത്തിനെയും സെയിം ആയിട്ട് കാണണം, ഒരേപോലെ കാണണം. അതാണ് ഇംപാർഷ്യാലിറ്റി. നെക്സ്റ്റ് പെർസീവറൻസ്. കീപ് ഗോയിങ് ഈവൻ വെൻ തിങ്സ് ആർ ബ്രോക്കൺ ഓർ യു ലോസ്. നിങ്ങൾക്ക് ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടാലും നിങ്ങൾ എന്ത് ചെയ്യണം? കീപ് ഗോയിങ്. നിങ്ങൾ മുന്നോട്ട് തന്നെ പോകണം. ആ ഒരു ദൃഢനിശ്ചയം നിങ്ങൾക്കുണ്ടായിരിക്കണം. അതാണ് പെർസീവറൻസ്. നെക്സ്റ്റ് ഹ്യൂമിലിറ്റി. ഡോണ്ട് ആക്ട് ടു ഗുഡ് ഓർ വൈസ്. നിങ്ങൾ ഒരിക്കലും എന്താകാൻ പാടില്ല? ടു ഗുഡ് ആകാനും പാടില്ല, വൈസ് ആകാനും പാടില്ല. ഒരുപാട് നല്ലവനാവാനും പാടില്ല, ബുദ്ധിമാനാവാനും പാടില്ല. അതൊക്കെ നിങ്ങൾക്ക് പരാജയം സൃഷ്ടിക്കും. അതാണ് ഹ്യൂമിലിറ്റി. നെക്സ്റ്റ് ഡിറ്റർമിനേഷൻ. ഹോൾഡ് ഓൺ ടു യുവർ വിൽ പവർ ടു കീപ് ഗോയിങ്. നിങ്ങളുടെ വിൽ പവർ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അതാണ് ഡിറ്റർമിനേഷൻ, ഉറച്ച തീരുമാനം. നെക്സ്റ്റ് ഇൻറ്റഗ്രിറ്റി. സ്റ്റേ വെർച്വസ് ഈവൻ വെൻ ടോക്കിംഗ് ടു ക്രൗഡ്സ് ഓർ വാക്കിംഗ് വിത്ത് കിങ്സ്. രാജാവിനോടൊപ്പോ സാധാരണ ആൾക്കാരോടൊപ്പം നിങ്ങൾ സംസാരിക്കുക നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ആ ഒരു വിർച്യു, നന്മ കീപ്പ് ചെയ്യുക. അതാണ് ഇൻറ്റഗ്രിറ്റി. സോ തീമെല്ലാം നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. റെസിലൻസ്, സെൽഫ് കൺട്രോൾ, പേഷ്യൻസ്, ഇംപാർഷ്യാലിറ്റി, പെർസീവറൻസ്, ഹ്യൂമിലിറ്റി, ഡിറ്റർമിനേഷൻ ആൻഡ് ഇൻറ്റഗ്രിറ്റി ആർ ദ തീംസ് ഓഫ് ദിസ് പോയം. ഓക്കെ, ഇനി നമുക്കിനകത്ത് കുറച്ച് പൊയറ്റിക് ഡിവൈസസ് യൂസ് ചെയ്യുന്നുണ്ട്, അതും കൂടി നോക്കാം. ഒന്നാമത്തത് അനഫോറ. ദ റെപ്പറ്റീഷൻ ഓഫ് ഇഫ് യു ക്യാൻ അറ്റ് ദ ബിഗിനിങ് ഓഫ് മെനി ലൈൻസ് ക്രിയേറ്റ്സ് എ സെൻസ് ഓഫ് ബിൽഡിംഗ് ടുവേർഡ്സ് എ കൺക്ലൂഷൻ. അതായത് ലൈൻസ് റിപ്പീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അനഫോറ എന്ന് പറയുന്നത്. ഇഫ് യു ക്യാൻ അങ്ങനെ ഒരുപാട് ലൈൻസ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇഫ് യു ക്യാൻ എന്ന് പറയുന്ന ലൈൻ തന്നെ ഒരു 4 സ്റ്റാൻസയിലും നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ അതാണ് അനഫോറ എന്ന് പറയുന്നത്. രണ്ടാമത്തെ റൈം ആൻഡ് റിതം. ഓരോ പോയത്തിനും ഓരോരോ റിതം ഉണ്ടല്ലേ. അപ്പം ഈ ഒരു പോയത്തിന് റൈം സ്കീം എന്ന് പറയുന്നത് എ ബി എന്ന് പറയുന്ന ഒരു റൈം സ്കീമാണ് ഇത് ഫോളോ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് അയാംബിക് പെൻഡാമീറ്റർ ലൈനിലാണ് എഴുതിയിരിക്കുന്നത്. സോ റൈം സ്കീം എന്താണ്? എ ബി. റിതം എന്താണ്? അയാംബിക് പെൻഡാമീറ്ററിലാണ് എഴുതിയിരിക്കുന്നത്. ഈച്ച് ലൈൻ ഹാസ് 5 pairs of unstressed and stressed syllables. ഓരോ ലൈനിനും 5 ജോഡി അൺസ്ട്രെസ്ഡും സ്ട്രെസ്ഡ് സിലബിൾസും ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട. അയാംബിക് പെൻഡാമീറ്ററിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എ ബി എന്ന് പറയുന്ന റൈം സ്കീമാണ് ഇതിനുള്ളത്. അനഫോറ എന്ന് പറഞ്ഞാൽ എന്താണ്? റിപ്പീറ്റഡ് യൂസ് ഓഫ് ലൈൻസ് ആണ്. അത് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നെക്സ്റ്റ് പേഴ്സണിഫിക്കേഷൻ ഈ ഒരു പോയത്തിലെ പൊയറ്റിക് ഡിവൈസ് ആണ്. കിപ്ലിംഗ് ഗീവ്സ് ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ് ടു നോൺ ഹ്യൂമൻ തിങ്സ് സച്ച് ആസ് ദ അൺഫോർഗീവ് മിനിറ്റ്. അൺഫോർഗീവ് മിനിറ്റ് എന്ന് പറയുന്നുണ്ടല്ലേ ഇവിടെ. അതായത് മിനിറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സിന് പകരമാണ് ഇവിടെ മിനിറ്റ് ഒക്കെ യൂസ് ചെയ്തേക്കുന്നത്. സോ നമ്മൾ ഒരു മനുഷ്യനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു കാര്യത്തെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിനെയാണ് നമ്മൾ പേഴ്സണിഫിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സിനക്ഡോക്കി ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഇൻ ദി ലൈൻ ഓർ വാക്ക് വിത്ത് കിങ്സ്. അങ്ങനെയുള്ള ഒരു ലൈൻ ഉണ്ടല്ലോ, ഓർ വാക്ക് വിത്ത് കിങ്സ്. അതിനകത്ത് കിങ്സ് എന്ന് പറയുന്നത് എന്താണ്? പീപ്പിൾ ഓഫ് ഹയർ സോഷ്യൽ സ്റ്റാൻഡിങ് ആണല്ലേ. ആ ഒരു സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ് കിങ് അഥവാ രാജാവ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് സിനക്ഡോക്കി. നെക്സ്റ്റ് സിംബോളിസം. The poem uses symbols to represent abstract ideas such as knaves symbolizing liars and crowds representing the common people. സാധാരണക്കാരായ ജനങ്ങളെ റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിറ്റ് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് നെർവ്സ് എന്ന് പറയുന്നത്. അതായത് മറ്റുള്ള ആൾക്കാരെ ഡിസ്ക്രൈബ് ചെയ്യുന്നു. അതിൽ കള്ളന്മാരും ഉൾപ്പെടും, ക്രൗഡ്സ് ഉൾപ്പെടും, രാജാക്കന്മാർ ഉൾപ്പെടത്തില്ല, കോമൺ പീപ്പിൾ ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതിനെ നമ്മൾ സിംബോളിസമായിട്ട്
റെപ്രസെൻറ്റ് ചെയ്യുന്നത് സിമ്പിളായിട്ട് ഉപയോഗിക്കുന്നു. നേഴ്സ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് ഉപയോഗിച്ചിരിക്കുന്നുണ്ട്, സിംബോളിസം യൂസ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് അസോണൻസ്, ദ റെപ്പറ്റീഷൻ ഓഫ് വവൽ സൗണ്ട് ലൈക്ക് ഇൻ അലവൻസ് ആൻഡ് ഡൗട്ടിങ് ആഡ്സ് ടു ദ പോയം മ്യൂസിക്കാലിറ്റി. അതായത് നമുക്ക് ഈ പോയം വായിക്കുമ്പോൾ നല്ലൊരു മ്യൂസിക്കൽ ക്വാളിറ്റി തോന്നും. അതെന്തുകൊണ്ടാണ്? ഇതിനകത്ത് വവൽ സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇങ്ങനെ വവൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിന് നമ്മൾ അസോണൻസ് എന്നാണ് പറയുന്നത്. റെപ്പറ്റീഷൻ ഓഫ് വവൽ സൗണ്ട്സ് ആണ് അസോണൻസ്. എക്സാമ്പിളായിട്ട് അലവൻസ് എന്ന് പറയുന്ന വേർഡ് നോക്കിക്കേ, അതിനകത്ത് എന്തുണ്ട്? വവൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഡൗട്ടിങ്, ആ വേർഡിനകത്തും വവൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇത്തരത്തിൽ വവൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ അസോണൻസ് എന്ന് പറയുന്നത്. സോ സിനക്ഡോക്കി, സിംബോളിസം, അസോണൻസ്, പേഴ്സണിഫിക്കേഷൻ, റൈം ആൻഡ് റിതം, അനഫോറ തുടങ്ങിയവയൊക്കെ എന്താണ്? ഈ ഒരു പോയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസസ് ആണ്. അപ്പോൾ ഈ പോയം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇഫ് എന്ന് പറയുന്ന പോയം എഴുതിയത് റുഡ്യാർഡ് കിപ്ലിംഗ് ആണ്. അതിനകത്ത് പോയറ്റിക് ഡിവൈസസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, തീം നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഓരോ സ്റ്റാൻസ വൈസ് അനാലിസിസും ചെയ്തിട്ടുണ്ട്. ഈ പോയം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി 1-2 പ്രാവശ്യം ഈ ഒരു വീഡിയോ കാണുക. ഇനിയും ഇതുപോലുള്ള ക്ലാസ്സുകൾ ഈ ഒരു ചാനലിൽ അവൈലബിൾ ആയിരിക്കും. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.